UDFിൻ്റെ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉറപ്പാക്കാൻ പാകത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല എന്ന പിണറായി വിജയൻ്റെ ഒരു പ്രഖ്യാപനം അന്നുണ്ട്. അത് വളരെ വലിയ സ്വാധീനം അന്നുണ്ടാക്കി ആ കാര്യത്തിൽ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഉപയോഗപ്പെടുത്താൻ UDFിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെള്ളാപ്പള്ളി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോഴും ഒരു ക്ലോസ് ഫൈറ്റായി തന്നെ നിൽക്കും. സാമുദായികമായി മാത്രമല്ല മതപരമായി പോലും ഉള്ള സ്ട്രാറ്റജി വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയിരുന്നു. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചത് ഒരു പുതിയ പ്രതിഭാസമാണ്. സ്വാഗതം JTS പ്രീ റോൾസിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീണ്ടു നിൽക്കുമോ എന്ന പരിശോധനയാണ് JTS പ്രീ റോൾ അതിൻ്റെ ആദ്യ ദിവസം നടത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ വരും ദിവസങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ചടുലമായി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആനുകാലികമായി ഓരോ ദിവസവും ഉയർന്നു വരുമെങ്കിലും നമ്മൾ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അടിസ്ഥാന ഘടകങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് JTS പ്രീ റോൾസ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നത്. കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഭരണത്തിൻ്റെ നേട്ടം, ഭരണവിരുദ്ധ വികാരം, പാർട്ടികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ, മുന്നണികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പോലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കേരളത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെ സംഭവവികാസങ്ങൾ പോലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഘട്ടമുണ്ട്. അതിനോടൊപ്പം പ്രധാനമാണ് സംസ്ഥാനത്തെ വിവിധ സാമുദായിക വിഭാഗങ്ങൾ അവരുടെ വോട്ടുകൾ ഏത് വിധത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ളത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ എടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം മുസ്ലിം മൈനോറിറ്റിയാണ്. അവരുടെ വോട്ട് കേരളത്തിലെ ഭരണം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരളത്തിൽ UDF 2019 19 സീറ്റിലും 2024 18 സീറ്റിലും ജയിക്കുമ്പോൾ അതിന് ആധാരമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടത് കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടിലുണ്ടായ ഷിഫ്റ്റാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഷിഫ്റ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിലനിന്നുവോ എന്ന സംശയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ UDFിനോട് മുൻകാലത്തുണ്ടായിരുന്ന അടുപ്പത്തിലേക്ക് തിരികെ എത്തുന്നു എന്ന തോന്നലിലാണ് UDF നേതൃത്വമുള്ളത്. അതിന് അനുഗുണമാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന വിലയിരുത്തലും ഉണ്ട്. നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം വോട്ട് അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യത്തിൽ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമോ? അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇത്തരമൊരു അവസ്ഥയുടെ കാരണം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ എന്താ തോന്നുന്നത്, ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് അത് കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുക്കുമ്പോൾ വളരെ പ്രധാനമായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ മുസ്ലിം വോട്ടിനെ ഇനി മൈനോറിറ്റി വോട്ട് എന്ന് വിളിക്കണോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. ഒരു സമുദായ വോട്ട് എന്ന കണക്കാക്കിയാൽ ഏറ്റവും ഉയർന്ന വോട്ട് വീൽഡ് ചെയ്യുന്ന സമുദായം മുസ്ലിം സമുദായമാണ് എന്ന് പറയാം. ഏറ്റവും ഉയർന്ന ജനസംഖ്യയുടെ 27-28%. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 26ആണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ പ്രൊജക്ഷൻസ് പ്രകാരം 27-28% വരുന്ന ഒരു ജനസമൂഹമാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ. അപ്പോൾ ഈ 28% തന്നെ അതിൻ്റെ കോൺസെൻട്രേഷനിലെ പ്രത്യേകത കൊണ്ട് കൂടുതൽ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈഴവ സമൂഹവുമായി കമ്പയർ ചെയ്താൽ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് കേരളത്തിലുടനീളം സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് സ്ട്രാറ്റജിക്കലി ചില പ്രധാന കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ച് കിടക്കുകയാണ്. മലബാറിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. മലബാറിൽ തന്നെ മലപ്പുറം ജില്ലയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ, ഏതാണ്ട് 68% മേലെയുള്ള വോട്ടുണ്ട്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 40% മേലെ 45%-ഓളം വോട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ, മലബാറിൻ്റെ മറ്റ് ജില്ലകളിൽ 40%, അതിന് തൊട്ട് താഴെ ആയിട്ട് വോട്ടുണ്ട്. പിന്നെ തെക്കോട്ട് വരുമ്പോൾ വോട്ട് കുറഞ്ഞു വരുന്നു എന്നൊരു സാഹചര്യം. ഈ കോൺസെൻട്രേഷൻ അതും ഒരു 45 മണ്ഡലങ്ങളോളം, 45 മുതൽ 50 വരെ മണ്ഡലങ്ങളിൽ ജനവിധിയെ നിർണയിക്കാവുന്ന വിധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം വോട്ട്.
അതോടൊപ്പം തന്നെ ഈ ഒരു ജനവിഭാഗത്തിൻ്റെ വോട്ടിനെ മറ്റ് ജനവിഭാഗങ്ങളുടെ വോട്ടുകളെ സ്വാധീനിക്കുന്നത് പോലെയല്ല വിഷയങ്ങൾ സ്വാധീനിക്കുന്നത് എന്നതാണ്. മറ്റ് ജനവിഭാഗങ്ങളുടെ വികസനം, അതത് കാലത്തെ സർക്കാരിൻ്റെ നയപരിപാടികൾ, ജീവിതാവസ്ഥ, ജീവിതത്തിലെ അഭിവൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ സ്വാധീനിക്കുമ്പോൾ മുസ്ലിം ജനവിഭാഗത്തെ പ്ലസ് ഇമോഷണലായ ചില കാര്യങ്ങൾ കൂടി സ്വാധീനിക്കുന്നു എന്നാണ് ചരിത്രപരമായി നോക്കിയാൽ കാണുന്നത്. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാൽ സ്വാധീനിക്കപ്പെടുന്നു. ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് മുസ്ലിം വോട്ടിന് യഥാർത്ഥത്തിൽ മൊത്തം നമ്മളുടെ സീറ്റുകളുടെ കണക്കെടുത്താൽ 33% സീറ്റുകളെ സ്വാധീനിക്കാൻ ഈ 28% വോട്ട് കൊണ്ട് സാധിക്കുന്നു എന്ന ഒരു സവിശേഷമായ സാഹചര്യം മുസ്ലിം വോട്ടിനെ സംബന്ധിച്ചുണ്ട്. അതാണ് മുസ്ലിം വോട്ടിനെ, അതിൻ്റെ സമുദായ ഘടകങ്ങളെ, സാമുദായിക സംഘടനകളെ, മുസ്ലിം ലീഗിനെ എല്ലാം ഈ വോട്ടിങ്ങിൽ, പ്രത്യേകിച്ചും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രധാനപ്പെട്ടതാക്കുന്നത് എന്നാണ് എൻ്റെ അത് തോന്നൽ. പറയുമ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ എടുക്കുക. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDFൻ്റെ ഒരു ക്ലീൻ സ്വീപ്പായിരുന്നു. അതായത് 20-ൽ 19ഉം 20-ൽ 18ഉം UDF ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൽ തന്നെ ഈ പറയുന്ന മുസ്ലിം മൈനോറിറ്റിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് കണ്ടു. പക്ഷേ 2016ലെയും 2021ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ഇതേ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടിലുണ്ടായ ഷിഫ്റ്റ് തികച്ചും ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണെന്ന് പറയേണ്ടി വരും. കാരണം LDFന് 2016-ലുണ്ടായ വിജയത്തേക്കാൾ 2021-ലെത്തുമ്പോൾ സീറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതിൽ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ മാർജിൻ കൂടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 2016-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിച്ച മണ്ഡലം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ LDF പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കാണും. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ 2016-ൽ മുസ്ലിം ലീഗ് UDF ജയിച്ച മണ്ഡലമാണത്. 2021-ലെത്തുമ്പോൾ ആ സീറ്റ് LDF CPM തിരിച്ചു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഷിഫ്റ്റ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പോലെ മുസ്ലിം സമൂഹത്തെയും ബാധിക്കുന്നു. അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കാണാം. അതിനൊരു പൊതുവായ പാറ്റേണും പൊതുവായ ട്രെൻഡുമുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തെ കൂടുതലായി അധികമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം സമൂഹത്തെ സവിശേഷമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരു പാറ്റേണിലും നിയമസഭയിലേക്ക് മറ്റൊരു പാറ്റേണിലും ഈ സാമുദായിക വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ 2002-ലാണ് ഗുജറാത്ത് കലാപം സംഭവിക്കുന്നത്. 2004-ലെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മുസ്ലിം സമൂഹം ഒന്നാകെ ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത്. ലോക്സഭയിലേക്ക് 18 സീറ്റോ മറ്റോ ആണ് 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇൻക്ലൂഡിങ് മലപ്പുറം ജില്ലയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 18 സീറ്റാണ് ഇടതുപക്ഷത്ത്. അത് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ട്രെൻഡ് കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അത് വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഉദ്ദേശം കൂടി ആ വോട്ടിങ്ങിനുണ്ടായിരുന്നു. 18 സീറ്റ് നൽകിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ അതിൽ മുസ്ലിം വോട്ടിന് വലിയ ഒരു പങ്കുണ്ട്. അതിനുദാഹരണമാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ ആ സീറ്റിൻ്റെ കാര്യം പറഞ്ഞത്. എന്നാൽ അതിനുശേഷം 2009 മുതൽ ഇങ്ങോട്ടെടുത്താൽ ആ ലീനിങ് അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് BJPയെ നേരിടാനുള്ള ഒരു ദേശീയ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആഭിമുഖ്യമാണ് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. അതിന് റെസിപ്രോക്കലായി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു ദേശീയമായ അന്തരീക്ഷം കൂടി പരിഗണിച്ചാവണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ വന്ന്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ച സ്ഥലത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്ന സിനാരിയോ ഉണ്ടായി. എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പം രാജീവ് നേരത്തെ പറഞ്ഞ 2019-20 ആ കാലത്താണല്ലോ NRC പ്രശ്നം, ദേശീയ പൗരത്വ പ്രശ്നം. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിലായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കിട്ടുന്നത്
ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന തോന്നൽ കൂടി മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുവായ വികസന പ്രശ്നങ്ങൾ, ഗവേണൻസ്, ഇൻകംബൻസി ഫാക്ടർ, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, ഇതിനൊക്കെ പുറമെ ഒരു പക്ഷേ എക്സ്റ്റേണലായ ദേശീയ രാഷ്ട്രീയവുമായോ അല്ലെങ്കിൽ സാർവദേശീയ രാഷ്ട്രീയവുമായോ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഈ ഷിഫ്റ്റിന് കാരണം. പക്ഷെ അങ്ങനെ സ്വാധീനിക്കുമ്പോൾ എനിക്ക് അവിടെ തോന്നിയിരിക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ 2021 ഒരു സവിശേഷമായ കേസായിട്ട് എടുത്തത്, ഞാൻ അതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി വരുന്നത്, NRCയെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്, അതുണ്ടാക്കുന്ന വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചുള്ള വലിയ ക്യാമ്പയിൻ കേരളത്തിൽ അങ്ങോളം നടത്തുന്നത്. ഈ ക്യാമ്പയിൻ നടത്തിയത് ഇടതുപക്ഷം മാത്രമല്ല, UDFും വലിയ തോതിൽ ആ ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഏതാണ്ട് ഒരു 80% വരുന്ന മനുഷ്യരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല എന്ന പിണറായി വിജയൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് വളരെ വലിയ സ്വാധീനം അന്നുണ്ടാക്കി ആ കാര്യത്തിൽ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് മാത്രമായിട്ടല്ല, പൊതുവായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നം എന്ന ഇത് വരുമ്പോൾ മുസ്ലിം സമൂഹം സംസ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തെയും, എന്നാൽ ഒരു ദേശീയ പ്രതിപക്ഷത്തിനുള്ള പിന്തുണ എന്ന മട്ടിൽ, കൂടുതൽ വയബിളായ ഒരു ദേശീയ നേതൃത്വം എന്ന മട്ടിൽ ദേശീയ തലത്തിലേക്ക് കോൺഗ്രസിനെയും പിന്തുണക്കുക എന്നത് ഈ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ അത് വളരെ പ്രകടമായി കാണാം. നിയമസഭയിലേക്ക് അവിടെ ഒരു സംശയം, അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജനറൽ സിനാരിയോ ആണെന്ന് നോക്കിയാൽ, പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ, സമുദായ സംഘടനകൾ, ഇപ്പോൾ സമസ്ത, മുജാഹിദ് വിഭാഗങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, ഇവരൊക്കെ ഏതാണ്ട് UDFിനെ, ഏതാണ്ടല്ല സമ്പൂർണ്ണമായി തന്നെ UDFിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2024 പരസ്യമായി തന്നെ അവർ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അണ്ടർലൈനിങ് ആയിട്ട് വേറൊരു ക്യാമ്പയിൻ അഴിച്ചുവിടപ്പെട്ടിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ, UDF പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാകുമെന്നും അവിടെ കോൺഗ്രസ് ആകെ ഇല്ലാതാകുമെന്നും എന്നുള്ളൊരു ക്യാമ്പയിനും പാരലലി നടന്നിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈ സമുദായ വോട്ടുകളെ UDFിലേക്ക് കേന്ദ്രീകരിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. സമുദായ നേതാക്കളുടെ, സമുദായ സംഘടനകൾ ഭൂരിപക്ഷത്തിൻ്റെയും ഒപ്പം കോൺഗ്രസ് ദുർബലമാകാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എന്നുള്ള മറ്റുള്ളൊരു ഒരു നറേറ്റീവും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അത് 2021 അങ്ങനെ ഷിഫ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, 2021 മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇതൊരു ഇമോഷണൽ ഇഷ്യൂ ആണ്. 2021 തുടർഭരണം മുസ്ലിം വോട്ടിൻ്റെ ഷിഫ്റ്റ് കൊണ്ടാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പാറ്റേൺ പൊതുവെ മുസ്ലിം വോട്ടിൻ്റെ പ്രവണതയിൽ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ്. 2021 അല്ലാതെയുള്ള ഒരുപാട് ഘടകങ്ങൾ, കോവിഡ്, ഒരുപാട് ഘടകങ്ങൾ വേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കലി വളരെ ഇൻ്റലിജൻ്റായ, വളരെ സൂക്ഷ്മതയുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലെ മുസ്ലിം വോട്ട് കുറച്ച് കാലമായി തുടരുന്നുണ്ട് എന്ന് അതിനെ വളരെ മൈന്യൂട്ടായി ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം സംസ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ കൂടി അതിനിപ്പോൾ 2006 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം, 2006 ലീഗ് മുസ്ലിം വോട്ടിൻ്റെ ഏറ്റവും വലിയ കസ്റ്റോഡിയൻ എന്ന മട്ടിൽ കാണുമ്പോൾ ലീഗ് തകർന്നു പോയ ഒരു തെരഞ്ഞെടുപ്പ് 2006 തെരഞ്ഞെടുപ്പ്. 7-8 സീറ്റിലേക്ക്, അതിന് സവിശേഷമായ മറ്റ് കാരണങ്ങളുണ്ടായിരുന്നു. സവിശേഷമായ മറ്റ് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു സംസ്ഥാനത്തേക്ക് ഈ സവിശേഷമായ മറ്റു കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കൗതുകം പറയണം. ആ സവിശേഷമായ കാരണങ്ങൾ ഉണ്ടാക്കിയതിൽ പ്രധാനിയായ ഒരാളാണ് അന്ന് ഐസ്ക്രീം പാർലർ കേസ്. ഒരു വലിയ കേസായിരുന്നു. മുസ്ലിം സമുദായത്തിന് അവരുടെ നേതൃത്വത്തിൽ ഒരു വിശ്വാസരാഹിത്യം ജനിപ്പിക്കുന്നതിൽ ആ കേസ് വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് PK കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്തും മങ്കടയിൽ MK മുനീറും ഒക്കെ പരാജയപ്പെടുന്നത്. ഞാനതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. 2004 ലോക്സഭയിൽ ആ പാറ്റേൺ ഉണ്ടായിരുന്നു. അതോടൊപ്പം വലിയ ഇടത് അനുകൂലമായ ഒരു ജനവിധിയാണ് 2004 വന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ്റെ വലിയ തേരോട്ടം, അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് പോകുന്ന കാലമായിരുന്നു. അക്കൂട്ടത്തിൽ വന്നതാണ് ഐസ്ക്രീം കേസ്. പക്ഷേ ഐസ്ക്രീം കേസ് തെക്കും വടക്കും എന്ന നിലയിൽ വലിയ മുസ്ലിം വോട്ടിൽ വലിയ, രാജീവ് നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ
ഐസ്ക്രീം പാർലർ കേസിനെ ലീഗ് അന്ന് കണ്ടത്, ലീഗ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയത്, അതിനെ പ്രതിരോധിക്കാൻ നോക്കിയത് കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ണൂരിലെ വിഖ്യാതമായ പ്രസംഗം ഉണ്ടല്ലോ, പ്രവാചകനും ഇത്തരം പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലീഗ് അതിന് സാമുദായികമായി മാത്രമല്ല മതപരമായി പോലും ഉള്ള സ്ട്രാറ്റജി വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയിരുന്നു. അത് രാജീവ് നേരത്തെ സൂചിപ്പിച്ചൊരു വലിയ ക്രെഡിബിലിറ്റി ലോസ് ആ നേതൃത്വത്തിനുണ്ടായി. അന്നത്തെ റിസൾട്ട് രാജീവിന് ഓർമ്മയുണ്ട്. കുറ്റിപ്പുറത്ത് KT ജലീലിനോട് കുഞ്ഞാലിക്കുട്ടി തോൽക്കുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോൽക്കുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ കിഴക്ക് മങ്കടയിൽ ഡോക്ടർ MK മുനീർ തോറ്റു, പടിഞ്ഞാറ് ET മുഹമ്മദ് ബഷീർ. ET മുഹമ്മദ് ബഷീറും മുനീറും കുഞ്ഞാലിക്കുട്ടിയും മറ്റേ സ്ട്രെച്ചിൽ 3 അഡ്ജസൻറ്റ് മണ്ഡലങ്ങളിൽ തോറ്റുപോകും എന്ന് ആരും അക്കാലത്ത് വിചാരിച്ചിരുന്നില്ല. അതോടൊപ്പം അത് മലപ്പുറത്ത് മാത്രം സംഭവിച്ചതല്ല. MV രാഘവൻ തോറ്റു, R ബാലകൃഷ്ണപിള്ള തോറ്റു. അങ്ങനെ അതൊരു വലിയ UDF-നെതിരായുള്ളൊരു ജനവിധിയായിരുന്നു. പക്ഷേ ലീഗാണ് കടപുഴകി പോയത്. എന്നാൽ ഇതേ ക്രൈസിസ് നിലനിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സമാനമായൊരു അന്തരീക്ഷത്തിൽ തന്നെ ലീഗ് 2011 അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ടിലേക്ക് മാറും, ഏറ്റവും ഉയർന്ന സീറ്റിലേക്ക് 20 സീറ്റിലോ മറ്റോ 2014 മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ലീഗിന് അത്രയും വലിയൊരു മേധാവിത്വം അന്ന് ഇലക്ഷനിൽ കിട്ടിയിരുന്നില്ലെങ്കിൽ UDF തോറ്റേനെ. ലീഗ് സ്വാഭാവികമായി പിടിക്കുന്ന സീറ്റുകളിലാണെങ്കിൽ UDF തോറ്റുപോയേനെ അന്ന്. അതായത് അപ്പോൾ ലീഗിനകത്ത് ഭയങ്കരമായൊരു മെക്കാനിസം, ഒരു ഡൈനാമിക്കായ മെക്കാനിസം സാധ്യമാണ്. ഇൻറ്റേർണലായൊരു ക്രൈസിസ് ഉണ്ട് എന്ന് കണ്ടാൽ ലീഗ് വളരെ വലിയ തോതിൽ ചാർജഡ് ആവുന്നത് നമുക്ക് കാണാം. പോസ്റ്റ് 2016, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വന്നതിന് ശേഷമുള്ള സിനാരിയോ സവിശേഷമായി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഈ മുസ്ലിം സമുദായത്തിനുള്ളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ CPM-ന് അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. സമുദായ നേതാക്കളുമായിട്ട് അവരുടെ ഇഷ്യൂസുമായിട്ടൊക്കെ അത് നേരിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പോക്കറ്റ്സ് ആയിരുന്നു, ചില ഏരിയകളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ വിവിധ സമുദായ വിഭാഗങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധം സ്ഥാപിക്കാനും അവർക്ക് തിരിച്ചങ്ങോട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നൊരു സാഹചര്യം 2016 ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമുദായ വിഭാഗങ്ങൾക്കുള്ളിലേക്ക് CPM-ന് അവരുടെ സ്വാധീനം നേരത്തെ ഇല്ലാത്ത വിധത്തിൽ കുറച്ച് വ്യാപിപ്പിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. വ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഒരു അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനാരിയോ അവിടെ നിൽക്കുന്നുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെയുള്ള ഒരു പാറ്റേണിൽ തന്നെ ഈ മുസ്ലിം വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. CPM-ഉം മുസ്ലിം സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ ഷിഫ്റ്റ് രാജീവ് പറഞ്ഞതുപോലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു തോന്നൽ, മുസ്ലിം സമൂഹത്തിലേക്ക് ഇത്രയും പ്രോക്സിമിറ്റിയുള്ള മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല എന്നാണ്. CH മുഹമ്മദ് കോയയെ മാറ്റി നിർത്തിയാൽ മുസ്ലിം സമൂഹത്തിലേക്കും മുസ്ലിം സമുദായ സംഘടനാ നേതാക്കളിലേക്കും ഇത്രയും വലിയ പ്രോക്സിമിറ്റിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിട്ടില്ല. കരുണാകരൻ പോലും പിണറായി വിജയനോളം പ്രോക്സിമിറ്റി മുസ്ലിം സമൂഹവുമായി ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ CPIM മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്തിരുന്നത് ചില ആളുകൾ, ഇപ്പോൾ EK ഇമ്പിച്ച് ബാവയുണ്ടായിരുന്നു, പാലോടി മുഹമ്മദ് കുട്ടിയുണ്ട്, ചില പരീക്ഷണങ്ങൾ എന്ന മട്ടിൽ ചില പോക്കറ്റുകളിൽ വിജയിക്കാവുന്ന ചില ആളുകൾ. അപ്പോൾ 95 യഥാർത്ഥത്തിൽ AK ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ NA കരീമിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ് ചെയ്തത് CPM. അല്ലാതെ ലോക്കലി അതിനെ നേരിടേണ്ട കെൽപ്പൊന്നും CPM-ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഗുരുവായൂർ ഇലക്ഷനിൽ ഈ ബാബറി മസ്ജിദ് ഡെമോളിഷന് തൊട്ട് ശേഷം നടന്ന ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ സാംസ്കാരിക രംഗത്തുനിന്ന് PT കുഞ്ഞുമുഹമ്മദിനെ പിടിച്ചുകൊണ്ടുവന്ന് ഗുരുവായൂർ സമാധാനിക്കെതിരെ ഈ തരത്തിൽ മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ CPM ഉപയോഗിച്ചിരുന്ന രീതി വളരെ ചെറിയ പരീക്ഷണങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ആദ്യം കാന്തപുരത്തിലേക്കും പിന്നീട് സമസ്തയിലേക്കും മുഖ്യ സമസ്തയിലേക്കും ഇടക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയിലേക്കും എല്ലാം CPM റീച്ച് ഔട്ട് ചെയ്തു. അത് പ്രധാന കാരണക്കാരൻ, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് നേതൃത്വം നൽകിയത് തന്നെ പിണറായി വിജയനാണ്. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തേക്ക് ഇത്രയും പ്രോക്സിമിറ്റി ഉള്ള ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാലും ഇപ്പോൾ ആ ബന്ധം പ്രോബ്ലമാറ്റിക്കാണ് എന്നാണ്, കുറേയൊക്കെ പ്രോബ്ലമാറ്റിക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് പ്രോബ്ലമാറ്റിക് ആകുമ്പോൾ ഇത് പരിഹരിക്കുക എന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച്.
ചില ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഉയർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ ലീഡർഷിപ്പ് അതിപ്പോഴും അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ വിധത്തിലല്ല സത്യത്തിൽ പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് ഇങ്ങനെയല്ല ഇപ്പോൾ മുൻകാലത്ത് ഇപ്പോൾ CA-NRC കാലഘട്ടത്തിലൊക്കെ അതിലൊരു നിലപാടെടുത്തുകൊണ്ടാണ് CPM-ഉം LDF-ഉം വളരെ വളരെ എന്താ പറയുക അവരുടെ പാർട്ടി ഐഡിയോളജിക്ക് അനുസരിച്ചുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അത് ഇതര വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയോ സംശയമോ ഉണ്ടാക്കില്ല എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ബോധ്യത്തിൽ ഒരു ഇളക്കം തട്ടിയ മട്ടിലാണ് ഇപ്പോൾ CPM ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ തോന്നൽ. ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മളെടുക്കുന്ന നിലപാടുകൾ അതൊരു മൈനോറിറ്റി അപ്പീസ്മെൻ്റായി വ്യാഖ്യാനിക്കപ്പെടുകയോ ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടോ എന്ന സംശയത്തിൻ്റെ തടവറയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ CPM നേതാക്കളും ഒരുപക്ഷെ ഭരണ നേതൃത്വവും ഉള്ളത് എന്ന് അതുകൊണ്ടാണ് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു പുതിയ പ്രതിഭാസമാണ്. യഥാർത്ഥത്തിൽ മത സമുദായ സെൻറ്റിമെൻസിനെ എല്ലാ കാലത്തും കഴിയാവുന്നത്ര ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തുക, അത് അനുകൂലമായും പ്രതികൂലമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാർട്ടി തന്നെയാണ് CPM. ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നിയമനിർമ്മാണത്തിന് ശേഷം EMS ഉയർത്തിയ ശരീഅത്ത് വിവാദത്തിൻ്റെ കാര്യം, അത് മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തിക്കൊണ്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയാണ് സർക്കാരിന്റെ ഫോർമേഷൻ ഉണ്ടായത്. 1987 അങ്ങനെ അതിനൊരു ശ്രമം നടത്തി. സദ്ദാം ഹുസൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ നേരെ തിരിച്ചൊരു ശ്രമം നടത്തി. ഇങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പ് CPIM നടത്തുകയും, പക്ഷെ അതൊരു കേരളത്തിലൊരു സാമുദായിക ഘടനയെ, അതിൻ്റെ ഫാബ്രിക്കിനെ ഈ വിധം ചോദ്യം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിട്ടില്ല. നമ്മളുടെ ചർച്ചയുടെ സബ്ജക്റ്റ് യഥാർത്ഥത്തിൽ അതല്ല എങ്കിലും മുസ്ലിം വോട്ട് ബാങ്കിനെ മുൻനിർത്തി ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം വോട്ടിന് മേൽ ഉണ്ടാക്കുന്ന ഒരു അധിക പ്രഷറായിട്ടാണ് ഞാൻ ഈ CPM-ൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടിനെ കാണുന്നത്. അത് അല്ലാതെയുള്ള നാഷണൽ പ്രശ്നങ്ങൾ, അന്തർദേശീയ പ്രശ്നങ്ങൾ, ലോക്കൽ പ്രശ്നങ്ങളെല്ലാം മുസ്ലിം വോട്ട് ബാങ്കിനെ എല്ലാ കാലത്തും സ്വാധീനിക്കുന്ന പോലെ ഇത്തവണയുമുണ്ട്. അതിന് മേലുള്ള ഒരു അധിക പ്രഷറാണ് യഥാർത്ഥത്തിൽ CPIM-ൻ്റെ വെള്ളാപ്പള്ളി നടേശനുമായും ഈവൻ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ CPIM-ന് മേൽ ആരോപിക്കപ്പെടുന്ന ഈ സാഹചര്യം ഒരു അധിക പ്രഷറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ UDF-നെ സംബന്ധിച്ച് UDF-ൽ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അവരുണ്ടാക്കിയ നേട്ടം അത് ഈ സമുദായ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി കൈവശപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അത് തുടരും എന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്. LDF-നെ സംബന്ധിച്ച് ഇത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയധികം എളുപ്പമുള്ളൊരു ടാസ്ക്കാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അവർക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മുൻപെടുത്ത പോലെ വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അത് ഒരു സെക്കുലർ സൊസൈറ്റിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഈ ചെറിയ ടൈം സ്പാനിൽ CPM-ന് ഒരുപക്ഷെ സാധ്യമാവില്ല. അതുമാത്രമല്ല, ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ, അതായത് മുസ്ലിം ജനസാമാന്യത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് മുസ്ലിം സമൂഹം മാത്രമല്ല വിലയിരുത്തുന്നത്. കേരളത്തിൻ്റെ ഒരു സെക്കുലർ പൊളിറ്റിയിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു പൊതുസമൂഹവും കൂടെ ഈ സ്റ്റാൻഡുകൾ വിലയിരുത്തുകയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ CPM-ന് ഇനിയൊരു ബാലൻസിങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് 2 തരത്തിൽ ഡാമേജിങ് ആയിരിക്കും. ഒന്ന്, മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഡാമേജിങ് ആയിരിക്കും. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരെന്ത് നിലപാടെടുക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു സെക്കുലർ പൊളിറ്റിയിൽ വിശ്വസിക്കുന്ന മുസ്ലിം ഇതരരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പോലും മുസ്ലിം വോട്ടിനെ ഇത് എത്രമാത്രം ബാധിക്കുമെന്നാണ് രാജീവിൻ്റെ തോന്നൽ? ഈ നിലപാട് മുസ്ലിം വോട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പൊസിഷൻ കൃത്യമായി വിശദീകരിക്കാൻ, എന്താണ് ഞങ്ങളുടെ പൊസിഷൻ, ഈ പറയുന്ന വിഭാഗീയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത്, പാർട്ടിയുടെ സ്റ്റാൻഡിനനുസരിച്ച്, നിലപാടിനനുസരിച്ച് തന്നെയാണോ കാണുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ CPM നേതൃത്വത്തിന് സാധിക്കാത്തിടത്തോളം കാലം അവർക്ക് ഗ്രൗണ്ടിൽ ഈ വിഭാഗത്തോട് വിശദീകരിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഒബ്ജക്റ്റ് വെള്ളാപ്പള്ളി ആയിപ്പോയി എന്നതാണ് അതിലെ പ്രശ്നമെന്ന് തോന്നുന്നു. മറ്റാരെങ്കിലും ആണെങ്കിൽ വിശദീകരിച്ച് പോയാൽ വെള്ളാപ്പള്ളി അൺപ്രഡിക്റ്റബിൾ ആണ്. അതാണ് അതിലെ പ്രശ്നം. വെള്ളാപ്പള്ളിയുടെ മേലെ ഒരു ബെറ്റും സാധ്യമല്ല.
ഇപ്പം ഞാൻ നമ്മളീ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് CSDSൻ്റെ 2021 സർവേ ഡാറ്റ ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ ഗവർണൻസ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഴുവൻ വളരെ ഹൈ ആയിട്ടുള്ള മാർക്ക് LDF സർക്കാരിന് ലഭിച്ചത് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഫലമായിരിക്കും ഒരുപക്ഷെ 2021 LDF നേടിയ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇമോഷണൽ ഇഷ്യൂസ് അത് എത്രമാത്രം UDFൻ്റെ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് നമ്മൾ വേറെ തന്നെ ആലോചിക്കണം എന്നാണ് ഈ എനിക്ക് തോന്നുന്നത്. CSDSന്റെ കണക്ക് 2021 കണക്കിൽ രാജീവ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, വളരെ ക്രൂഷ്യലായ ഒരു പോയിന്റ് ഉണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുസ്ലിം വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് അത് പറയുന്നത് മുസ്ലിം സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രാറ്റയിൽ ഏറ്റവും താഴെയുള്ള ആളുകൾ, വർക്കിംഗ് ക്ലാസ് മുസ്ലിംസ്, LDFന് അനുകൂലമായ ഷിഫ്റ്റ് വളരെ പ്രകടമാണ് എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു ആ ട്രെൻഡിൻ്റെ ഒരു സ്വഭാവം. അതിന് എന്ത് മാറ്റം വരും, അത് മാറ്റം വന്നു കഴിഞ്ഞോ എന്നതാണ് ഇതിൽ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തോതിലുള്ള പെർമനൻ്റ് എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഇടതുപക്ഷ അനുകൂലമായൊരു ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതാണ് കൊണ്ടുപോയി കളയുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ എന്നുള്ള അലിഗേഷൻ വെള്ളാപ്പള്ളി നടേശനോട് എടുക്കുന്ന നിലപാടുകളിലെ കൃത്യതയില്ലായ്മ, അല്ലെങ്കിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനോട് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന തോന്നൽ, ഇത് സൃഷ്ടിച്ചൊരു അന്തരീക്ഷം ഉപയോഗപ്പെടുത്താൻ UDFന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് UDFന് ജയം സമ്മാനിക്കുന്ന, അതായത് നമ്പർ ഓഫ് സീറ്റുകൾ, പൊതുവിൽ അത് അവർക്ക് അനുകൂലമായി മാറാമെങ്കിലും അത് സീറ്റായി കൺവേർട്ട് ചെയ്യുന്നത്, എത്ര സീറ്റായി കൺവേർട്ട് ചെയ്യും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇത് ഇപ്പോഴും ഒരു ക്ലോസ് ഫൈറ്റായി തന്നെ നിൽക്കും. ഇതൊരു ഇമോഷണൽ ഇഷ്യൂ ആയി. വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത 85 സീറ്റിന്റെ വിജയം UDF പ്രതീക്ഷിക്കുന്നു എന്ന മട്ടിലാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ കോൺക്ലേവിൽ ചർച്ച നടക്കുന്നത് എന്നാണ് വരുന്ന വാർത്ത. അതിലവർ മലപ്പുറത്തെ 16 സീറ്റുകളെ അവർ പരിഗണിക്കുന്നുണ്ട്. ലീഗിൻ്റെ ചുമലിലേറി വിജയത്തിലേക്ക് എന്ന അതാണ് ഒരു മനസ്സിലുള്ളത് എന്ന് തോന്നുന്ന വിധത്തിലാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. യഥാർത്ഥത്തിൽ അത്രക്ക് ഒരു ഗ്രൗണ്ട് ലെവലിൽ സ്വീപ്പിംഗ് ആയ ഒരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പൊന്നാനി പോലെയുള്ള സീറ്റുകളിലൊക്കെ തിരിച്ച് കാര്യങ്ങൾ വരാനുള്ള സാധ്യത അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനേക്കാൾ ക്രൂഷ്യലായ ഒരു കാര്യം, ഇപ്പോൾ മുസ്ലിം വോട്ട് എന്നതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. മുസ്ലിം വോട്ടിന് സ്വാധീനിക്കാവുന്ന മണ്ഡലങ്ങൾ 40-45 എന്ന് നമ്മൾ പറയുന്നു. അതിൽ വളരെ കോറായ IUML മണ്ഡലങ്ങളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളുണ്ട്. ആ കോർ മണ്ഡലങ്ങൾ പ്രഡിക്റ്റബിളാണ്, തീർത്തും പ്രഡിക്റ്റബിളാണ്. അതിനപ്പുറത്തേക്ക് UDFൻ്റെ വിജയത്തെ UDFൻ്റെ വിജയത്തിൽ മുസ്ലിം വോട്ടിന് നയിക്കാവുന്ന ഒരു 10-20 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലേക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന വിഷയം കൂടുതൽ സ്വാധീനിക്കുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ ഹൈ ആണ്. UDFൻ്റെ ഒരു സാഹചര്യം കൂടെ പരിഗണിച്ചാൽ വളരെ ഹൈ സ്ട്രൈക്ക് റേറ്റാണ്. അവർ മത്സരിക്കുന്നതിൽ ഏതാണ്ട് ഒരു 70% സീറ്റുകൾ അവർ ജയിക്കുന്നുണ്ട്. ഇപ്പോൾ 2011 കാര്യം പറഞ്ഞല്ലോ, അവർ മത്സരിച്ചതിൻ്റെ ഏതാണ്ട് 80% സീറ്റും ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2011. അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ്. ഈ സ്ട്രൈക്ക് റേറ്റിനെ കോൺഗ്രസ് കൂടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇളക്കം, ഒരു ചേഞ്ച്, എന്താ പറയുക, ചിന്താഗതിയിലുണ്ടായ ഒരു മാറ്റം, ഇത് വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും UDFൻ്റെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉറപ്പാക്കാൻ പാകത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും അത് മാറാനുള്ളൊരു സ്പേസ് അവിടെ. ഞാനതിൽ വളരെ കൺഫ്യൂസ്ഡാണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ ചർച്ച ചെയ്ത പോലെ ഈ UDFനും LDFനും കിട്ടാതെ, അല്ലെങ്കിൽ BJPക്കും കിട്ടാതെ പോയ 13% വോട്ട് എന്നത് എങ്ങോട്ട് മാറുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കപ്പെടുക. പക്ഷേ ഇവിടെ ഒരു പ്രധാന ഫാക്ടർ ഉള്ളത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന മുസ്ലിം വോട്ട് എന്നതാണല്ലോ. ലീഗിനപ്പുറത്തുള്ള മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ STPIക്ക് ചുരുക്കം മണ്ഡലങ്ങളിൽ, ഒരു 15 മണ്ഡലങ്ങളിൽ 1% മുതൽ 5% വരെ വോട്ടിനെ സ്വാധീനിക്കാവുന്ന കെൽപ്പുണ്ട്. INL ലെഫ്റ്റിൻ്റെ കൂടെ തന്നെയാണ്. PDP 1 മുതൽ 2 വരെ മാത്രമേ അവർക്ക് ക്ലെയിം ചെയ്യാൻ. PDP നേരത്തെ ഉണ്ടായിരുന്ന PDP കോസ്റ്റൽ ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഉണ്ട്. ഇത് ഒറ്റക്കൊറ്റക്ക് എടുക്കുമ്പോൾ വളരെ
മൈന്യൂട്ടായ വോട്ട് ആണ് എങ്കിൽ പോലും ഈ നോൺ ലീഗ് മുസ്ലിം സംഘടനകളുടെ അതിനെ കളക്റ്റീവായി എടുത്താൽ, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തെ, അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കിനെ കളക്റ്റീവായി എടുത്താൽ അതുകൂടി ഈ ഒരു ഇമോഷണൽ മാറ്റത്തിൽ അതുകൂടി സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ വലിയ തോതിലുള്ള വിജയം UDFന് അനുകൂലമായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ SDP ആണെങ്കിലും വെൽഫെയർ പാർട്ടിക്കാണെങ്കിലും അവർക്ക് മത്സരിച്ചേ പറ്റൂ. അവരുടെ അവർ മത്സരിച്ചാൽ ഒരു വോട്ട് കട്ടർ എന്ന നിലയിൽ അവരുടെ ഒരു ചെറിയ സ്വാധീനം അവിടെ ഉണ്ടാവും. ചില മണ്ഡലങ്ങളിൽ ഈ ഫലത്തെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ള വോട്ട് കട്ടിംഗ് ഇഫക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. അതേസമയം പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുമായുള്ള ബന്ധം, ഇപ്പോൾ സമസ്തയുമായും കാന്തപുരവുമായുള്ള ബന്ധവും ഫൈനലി നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അതല്ലെങ്കിൽ അതുകൂടി പോകും എന്ന അവസ്ഥയൊന്നും വന്നിട്ടില്ല. റൈറ്റ്. എന്തായാലും കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള റണ്ണപ്പിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ചിന്തകൾ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ വോട്ട് വിനിയോഗിക്കുകയും സ്വസമുദായത്തിൻ്റെ താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഒരു രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം, അവരിൽ ഉളവാക്കിയിരിക്കുന്ന അരക്ഷിതാവസ്ഥയോടുള്ള അവരുടെ ഒരു പ്രതികരണം, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിലുണ്ടാകുന്ന ഷിഫ്റ്റ് കേരളത്തിൻ്റെ ഭരണത്തെ നിർണ്ണയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടേക്ക് എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് കൗതുകപൂർവ്വം തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. GTS പ്രീ റോൾസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.